അടുത്തത് ഇന്ദിരാ ഗ്യാരണ്ടി നമ്പർ 3, സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക്. KSRTC ബസ് യാത്ര ഫ്രീ ബൈ ട്ടോ. 2015 ആം ആദ്മി പാർട്ടി ആദ്യമായിട്ട് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാഗ്ദാനങ്ങൾ കൊടുത്തപ്പോൾ അന്ന് ഇവര് ചില നേതാക്കന്മാരുടെ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അത് നീക്കി വെക്കാം ട്ടോ, കാലം മാറി. അങ്ങനെ ഇനി കോൺഗ്രസ് മുൻപ് നടപ്പിലാക്കിയ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? കർണാടക, തെലങ്കാന. കർണാടകയിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കർണാടകയിൽ ആദ്യം മൊത്തം സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയായിരുന്നു. പിന്നീട് നഷ്ടത്തിലായപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തി. ക്രീമി ലെയർ, നോൺ ക്രീമി ലെയർ ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നു. ബിലോ പോവർട്ടി ലൈനിലുള്ള സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര എന്നാക്കി. അതിനായിട്ട് ഒരു പ്രത്യേക കാർഡ് അവര് സൂക്ഷിക്കണം. പിന്നെ രണ്ടാമതൊരു ചേഞ്ചും കൂടി വരുത്തി. പുരുഷന്മാരുടെ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചു. ഇനി തെലങ്കാനയിൽ എന്താ സംഭവിച്ചത്? ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ഇനി ഇതൊക്കെ കൊണ്ട് ഇത്രയും പ്രായോഗികമായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇത് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഇനി കേരളത്തിലെ ചരിത്രം ഒന്ന് പരിശോധിച്ചാലോ? 2013-14 കാലഘട്ടത്തില് ആര്യാടൻ മുഹമ്മദ് സാറ് നിയമസഭയിലും അതുപോലെ തന്നെ സുപ്രീം കോടതി ഒരു ഹർജിയിലും കൂടി ഇത് പറയുകയുണ്ടായി. KSRTC വളരെയധികം നഷ്ടത്തിലാണ്, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന സ്ഥലത്ത് നിന്നാണ് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് ഈ നിലയിലേക്ക് KSRTCയെ മാറ്റിയത്.